അമ്മേ വീടിന്റെ എന്തൊരു ചൂടാ, അതുകൊണ്ട് ഈ വെളിയിൽ ഈ മരത്തിന്റെ ഇവിടെ ഒന്ന് ഇരുന്നത്. എന്നിട്ട് എന്താ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് നല്ല ചൂടും ഉണ്ട് ഇവിടെ. പക്ഷെ എന്ത് ചെയ്യുന്നു മനസ്സിലാവുന്നില്ലല്ലോ. അകത്തെ ചൂട് ഇവിടുത്തെ ചൂട് ഒന്ന് തന്നെ. ആ ശരിയാണ് തുമ്പി, അകത്തെ ചൂടും പുറത്തെ ചൂടും ഒന്ന് തന്നെയാ. എന്തൊരു ചൂടാണ് എന്താ വീടിന്റെ അകത്തും പുറത്തും. എന്താണ് കൺമണി മോളെ? ഇവിടെ പോയാലോ? എവിടെ പോവാൻ? നമുക്കാണെങ്കിലേ കാശ്മീരിൽ പോയാലോ? അതാകുമ്പോ അവിടെ നല്ല തണുപ്പല്ലേ, അതാകുമ്പോ ചൂടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാശ്മീരിൽ പോയാലോ നമുക്ക്. കാശ്മീരിൽ പോ. നീ പൈസ ഉണ്ടാക്കോടി കൺമണി മോളെ? പൈസ അച്ഛൻ ഉണ്ടാക്കിക്കോളൂല്ലോ. അച്ഛൻ ഞാൻ എപ്പോഴാണ് ശമ്പളം കിട്ടുന്നേ? ഒന്ന് പോടെ ഇവിടുന്ന്. കാശ്മീരിൽ പോയാലെന്ന് പോലും നടക്കുന്ന ആരും വല്ല പറ. അത്രയും ദൂരം എങ്ങനെ പോകാനാടി? ഒന്നാവിടെ എന്ത് തണുപ്പാ, ഇതിലും പറ്റി ഇവിടുത്തെ ചൂട് തന്നെയാ. ചേട്ടൻ കൺമണി മോള് പറയുന്ന മൈൻഡ് ചെയ്യുന്നത്? അവൾ ഓരോ പൊട്ടത്തരൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ചേട്ടൻ മൈൻഡ് ചെയ്യണ്ട. ആരും മൈൻഡ് ചെയ്യുന്നത്? ഇവള് പറഞ്ഞപ്പോ ഞാനൊന്ന് മൈൻഡ് ചെയ്തതാ. അവളും ഉണ്ട് അവളുടെ ഒരു കാശ്മീരി. ഒന്ന് പൊടി അവിടുന്ന്. എന്തൊക്കെ ചൂടാ, ഫ്രിഡ്ജിനകത്താരും കയറിയിരിക്കായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞ, അല്ലെങ്കിൽ ഞാനിപ്പോ ഫ്രിഡ്ജിനകത്ത് കയറുന്ന ഐസ് ആകാൻ പോവല്ലേ. എന്തൊക്കെ പറഞ്ഞ എന്തൊരു ചൂടാ. നമ്മുടെ വീടിന്റെ എ സി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ കേടായിട്ടിരിക്കുന്നത്. പുതിയൊരു എ സി ആണെങ്കിൽ അച്ഛൻ ഇന്നും ഈ മാസം ലാസ്റ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ വർക്കാവാത്ത എ സി എടുത്ത് ആക്രിക്കാർക്കെല്ലാം കൊടുക്കാം. ഒരു വർക്കാവാത്തൊരു എ സി. എന്തൊക്കെ പറഞ്ഞാലും കുറെ നാളെ വാങ്ങിച്ചു വെച്ചേക്കുന്നല്ലേ. എത്ര ഒരു 10 വർഷം മേളാന്ന് തോന്നുന്നു എ സി വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് അത് കേടായെന്ന് തോന്നുന്നു. എന്തോന്ന് അറിയത്തില്ല കറക്റ്റ്. ബെഡ്റൂമിൽ പോയി കിടന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ എന്താ ചൂടാ. ബെഡിന് എന്താ ചുട്ട് പൊള്ളുവോ ബെഡൊക്കെ? എനിക്കത് കുറച്ചെങ്കിലും തണുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ മരച്ചൂട്ടിലിരിക്കാനോ കുറച്ചെങ്കിലും തണുപ്പുള്ളത്. ബാക്കിയല്ല അവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ചൂടിന്റെ അങ്ങേ അറ്റോ ചൂട്. ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടല്ലോ. ശരിയാ ചേട്ടൻ പറഞ്ഞേ, ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ട്. എന്തായാലും അത് മതി. അത് മാത്രം മതിയോടി, ചൂട് മാറണ്ടേ? ചേട്ടൻ നമ്മൾ ചൂട് മാറ്റും. ഫാൻ ഉണ്ട്, അതിനകത്ത് ചൂട് കാറ്റും വരുന്നത്. എന്റെ അമ്മ ആ കൂടെ പെട്ടുപോയല്ലോ. ഈ കൺമണിമോള് പറഞ്ഞല്ലേ കാശ്മീരിൽ പോയാലോ? ചേട്ടൻ ഇപ്പൊ കൺമണിമോള് സൈഡിലായോ? എടി ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. കൺമണിമോള് പറഞ്ഞ ശരിക്കൊന്നും എനിക്കൊന്നും അല്ലാന്ന് തോന്നുന്നു. കാരണം കാശ്മീരിൽ പോയ തണുപ്പല്ലേ, അവിടെ നല്ല രസമല്ലേ. അവിടെ മഞ്ഞൊക്കെ കളിക്കാൻ, നമുക്ക് മഞ്ഞൊക്കെ വാരി കളിക്കാം. ചേട്ടാ നമുക്ക് പോണോ? എന്തായാലും ഞാൻ പറയുന്നത് പോകുന്നത് നല്ലേന്ന്. നീ പറയുന്നതൊക്കെ ഞങ്ങളാരാ? ഒന്ന് പോടി അവിടുന്ന്. ചേട്ടാ കൺമണിമോള് പറഞ്ഞ എന്തായാലും നല്ല കാര്യം കേട്ടോ. നമുക്കെന്നാലേ ഇവിടെ പോയാലോ? കാശ്മീർ. പക്ഷെ കാശ്മീരിൽ പോണോ? അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന്. ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എന്തായാലും അത്രയും ദൂരേക്ക് ഇരിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി കാശ്മീരിൽ ചെല്ലാൻ വരെ എത്ര 19,000 രൂപ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ആ പൈസ മതിയല്ലോ ഒരു എ സി വാങ്ങിക്കാനായിട്ട്. അതെന്തായാലും നീ പറഞ്ഞ ശരിയായിരുന്നു. നമ്മളെന്തായാലും 19,000 രൂപയ്ക്കെങ്കിലും സാധനങ്ങള് ടൂറ് അത് ഇതൊക്കെ വാങ്ങിത്തില്ല. ടൂറല്ല, നമ്മൾ ടൂറൊക്കെ പോകത്തില്ല അവിടുന്ന് കുറെ സ്ഥലങ്ങളൊക്കെ. അപ്പൊ തന്നെ 10,000-50,000 ഒക്കെ ആവും. എന്തായാലും നീ തന്നെ പറഞ്ഞാണ് ശരി. നമുക്കൊന്ന് എ സി വാങ്ങിച്ചാൽ മതി. അയ്യോ എനിക്ക് കാശ്മീരിൽ പോകണം. കോതി വന്നിട്ട് പോയി. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ചേട്ടൻ നമ്മൾ പോയിട്ടുണ്ടല്ലോ നേരത്തെ കാശ്മീരില്. അതെപ്പോഴാണ് തുമ്പി? നിനക്ക് 2 വയസ്സുള്ളപ്പോഴല്ലേ? 2 3 വയസ്സുള്ളപ്പോഴേ പോയെ. എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ടോ സ്ഥലമൊക്കെ? ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ടോ സ്ഥലമൊക്കെ? കാശ്മീരിൽ തന്നെ ഞാനാണെങ്കിൽ ആ സമയത്ത് മഞ്ഞൊക്കെ വാരി കളിച്ച അമ്മയാണ് എന്റെ വഴക്ക് പറഞ്ഞത്. മഞ്ഞ് വാരി കളിച്ച പനി പിടിക്കുന്നു പറഞ്ഞത്. അതൊക്കെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ സമയത്താണെങ്കിൽ മഞ്ഞാണെങ്കിൽ ഒരു കുഴി എടുത്തിട്ട് എൻ്റെ കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അമ്മ അച്ഛന് നടന്നു പോകുമ്പോൾ അമ്മയെ ചാടി ഒന്ന് പേടിപ്പിച്ച് അവരാണ് എന്നെ വഴക്ക് പറഞ്ഞ് ശരിയാക്കി പേടിപ്പിച്ചത്. നിങ്ങൾക്കാണെങ്കിൽ കാശ്മീരിൽ പോയ കഥയൊക്കെ പറയാം. എനിക്കാണെങ്കിൽ ഒരു കഥയില്ല കാശ്മീരിൽ പോയ. നമുക്ക് എന്തെങ്കിലും കാശ്മീരിൽ പോയേ പറ്റത്തുള്ളൂ. നീ പൊടി അവിടുന്ന്. നീ അതിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോടി? എന്റെ പൊന്നിയാണ് നിർത്ത്. ഒന്നാമത് ചൂട്. അപ്പൊ ചേട്ടന്റെ ഇവളുടെ സൗണ്ട് കേട്ട് എനിക്ക് വയ്യ. ഞാൻ ഇവളോട് മിണ്ടത്തൊന്നുമില്ല. മിണ്ടായിരിക്കും നീ കൊച്ചാവണേ. ഞാൻ ഇനി മിണ്ടുന്നില്ല. ചേട്ടനോട് മിണ്ടണ്ട. എന്നോട് മിണ്ടണ്ട കേട്ടോടി. ഞാൻ നിന്നോട് മിണ്ടത്തില്ല. അന്ന് മിണ്ടായിരിക്കണേ. അവള് മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴാണ്? നേരത്തെ ഞാൻ ചേട്ടനായിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും. ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കിയത്. ഈ ചേട്ടന് വഴക്കുണ്ടാക്കിയത്. നീ എല്ലാവരും വഴക്കുണ്ടാക്കി. എന്നിട്ട് ഞാനാ വഴക്കുണ്ടാക്കിയെന്ന് പറയാം. ചേട്ടനല്ല അത് വഴക്കുണ്ടാക്കിയത്. ഞാൻ വഴക്കുണ്ടാക്കിയത് നിനക്കെന്താടി? നീക്കെന്താ മിണ്ടായിരുന്നാ? ഞാൻ വഴക്കുണ്ടാക്കുമ്പോ ഒന്ന് ബോഡി ആടുന്നു. എനിക്ക് നിന്റെ സംസാരം കേൾക്കണ്ട. ഞാൻ അപ്പുറത്ത് തന്നെ പോയിരിക്കും. ഇവളുടെ സംസാരം കേൾക്കാൻ എനിക്ക് വയ്യ. ഇവിടെ എങ്ങനെ മരിക്ക് ഇരുന്നാ മതിയിരുന്നു. എന്റെ അമ്മ നല്ല വെയിലുണ്ട് ഇവിടെ. കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിരിക്കാം. ഒന്ന് ബോഡി ആടുന്നേ. നിന്നെ പഠിച്ചിട്ടൊന്നുമല്ല. എനിക്ക് എന്റെ സംസാരം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. എന്റെ നിനക്ക് രണ്ടെണ്ണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. നീ ബോഡി ആടുന്നു. നീ ആരാ വലിയ ആള്? അയ്യോ ഇവർ രണ്ടുപേരും പൊരിഞ്ഞടിയാണല്ലോ. ഇനി ഇവരെ രണ്ടുപേരും യുദ്ധം എന്ന് തീരുമെന്തോ? മിക്കാറും 1 വർഷം കഴിയും. ചേട്ടനോട് ചേട്ടന്റെ ഒരു വലിയ സംസാരം. ഒന്ന് ബോഡി ആടുന്നു. നീ എന്നെ എന്നോട് മിണ്ടണ്ട പറഞ്ഞേക്കാം. നീ കൊച്ചു നീ ഇപ്പൊ പിന്നെ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ മരിക്ക് അവിടെ വന്നിരുന്നപ്പോ നീ എന്തിനാ ഞാൻ നിന്നെ കണ്ടിട്ട് പേടിച്ച് ഓടിയെന്ന് പറഞ്ഞേ? ഞാൻ മരിക്കിരിക്കായിരുന്നു. ഞാനോട് മരിക്കരിക്കാൻ വന്നപ്പോഴേ അവളാണെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ പേടിച്ച് ഓടിയെന്നാണ് അവളെ കണ്ടിട്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും എഴുന്നേറ്റ് അകത്ത് പോവാ. അടുത്തുമ്പോ ഞാൻ അകത്ത് പോവാ കേട്ടോ. ശരി ചേട്ടാ. ആ പാവം പിടിച്ചേട്ടാ ഈ കൺമണിമോള് ശല്യം കറങ്ങാണ്ട പോയത്. എന്റെ ശല്യം കാരണം പോയതല്ലേ ചേച്ചി? എന്നെ പേടിച്ചിട്ട് പോയതാ. ഒന്ന് പോവാ ഇവിടുന്ന്. ഇവളുടെ വിചാരം വലിയ ആളാണ്. ഫ്രിഗോ ക്യാമലോ. അതെ ഫ്രിഗോ ക്യാമലോ.
ദേ ഈ മുമ്പിൽ നിൽക്കുന്ന കൊച്ചിന്റെ ബാക്കിൽ നിൽക്കുന്ന കൊച്ചിനെയല്ലേ ഞാനൊന്ന് ഡെസേർട്ട് വെച്ച് എന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റി അടച്ചത്. ആ സമയത്ത് ഈ കൊച്ചിന്റെ ചേട്ടനാണെങ്കിൽ വന്നിട്ട് എന്റെ കണ്ണിലാണെങ്കിൽ മളല് വാരിയായിരുന്നു ഈ കൊച്ചിനെ രക്ഷിച്ചേ. നിന്നെയൊക്കെ ഞാനൊന്ന് വക വരുത്തും. ഓ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്തിനാ എന്നെ വിളിച്ചേ? എന്റെ അമ്മയെ ഫ്രിഗോ ക്യാമല്. ഇടാ ചെറുക്ക, നീയാണ് നിന്റെ കണ്ണിലാണെങ്കിലും മണല് വാറിയായിരുന്നു നിന്റെ അനിയത്തി കൊച്ചിനെ രക്ഷിച്ചത്. അതുകൊണ്ട് നിന്നെ തന്നെ ഞാൻ ആദ്യം വക വരുത്താൻ പോവാ. ഞാൻ അങ്ങോട്ട് ഓടുമ്പോ ഫ്രിഗോ ക്യാമൽ എന്റെ പുറകെ വരും. ആ സമയത്ത് നിങ്ങൾ അകത്ത് കയറിക്കോ. ഞാൻ ഫ്രിഗോ ക്യാമലിന്റെ കണ്ണ് പഠിച്ച് അകത്തോട്ട് കയറി വരാം കേട്ടോ. നിങ്ങൾ കഥ തുറക്കണം. കഥ എന്തായാലും ഇപ്പൊ കുറ്റിയിട്. ഞാൻ വിളിച്ചാൽ മാത്രം കഥ തുറക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ഓടിക്കോ അകത്തേക്ക്. എടാ വാടി ഫ്രിഗോ ക്യാമൽ, എന്നെ പിടിക്കാൻ ധൈര്യം ഉണ്ട്. വാടാ. ഓ അത്ര കാര്യം ചെറുക്ക അവിടെ നിൽക്കണം. അയ്യോ എന്റെ അമ്മയെ ഓടിക്കോ. ഓ ആ ചെറുക്കൻ എന്തിനാ ഓട്ടോ? എന്റെ ഫ്രിഡ്ജിന്റെ വെയിറ്റ് കാരണം എനിക്ക് ഓടാൻ പറ്റുന്നില്ല, നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടില്ല ഈ ചെറിയ സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിൽക്കുന്ന ചെറുക്കാൻ നിന്നെ ഞാൻ ആദ്യം ഫ്രിഡ്ജിന്റെ തേക്ക് ഐസ് ആക്കി നിർത്തൂടെ അവിടെ. നിന്നെ തന്നെ ആദ്യം വക വരുത്തും. താമസിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അമ്മൂമ്മയാണെങ്കിൽ അമ്മൂമ്മയുടെ വീട്ടിൽ, അമ്മയാണെങ്കിൽ കുടുംബശ്രീക്ക് പോയേക്കുവാ. ഇപ്പൊ നമ്മൾ മാത്രമേ വീട്ടിൽ തൊറ്റയ്ക്ക്. അയ്യോ എന്റെ അമ്മ വേണ്ട, ചേട്ടൻ എന്തെങ്കിലും പറ്റി കാണുമോ? എന്റെ കൺമുമ്പ് അങ്ങനൊന്നും പറയരുത്. ചേട്ടൻ നല്ല സ്പീഡുള്ളതാണ്, ചേട്ടൻ ഇങ്ങോട്ട് ഓടി വരും. അയ്യോ പെട്ടെന്ന് കഥ തുറക്ക്. ഫ്രിഗോ ക്യാമൽ എന്റെ അടുത്ത് എത്താറായി. ചേച്ചി ഇങ്ങനെ നോക്കിക്കാതെ വേഗം പോയി കഥ തുറക്ക് ചേച്ചി. ആ ശരി കൺമുമ്പളെ. ചേട്ടൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ എനിക്ക് പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഓടിയോടെ ക്ഷീണിച്ച്. അയ്യോ കഥ കുറ്റിയിട്ടില്ല. ഞാൻ കഥ കുറ്റിയിട്ടെ. കഥ അടച്ചതുമില്ല. ഓ എന്റെ അമ്മേ. അയ്യോ കഥ അടച്ച് രക്ഷപ്പെട്ട്. അയ്യോ ഈ ഫ്രിഗോ ക്യാമലിന് ഒരു വീക്ക്നെസ് ഉണ്ടാകുന്ന പറയാമോ? എന്താ ചേട്ടാ പറ. ഫ്രിഗോ ക്യാമലിന്റെ അകത്താണെങ്കിലേ ഐസ് അല്ലേ, നല്ല ഫ്രിഡ്ജ് അല്ലേ. ഫ്രിഗോ ക്യാമലിന്റെ ദേഹത്തെങ്ങനെ ഐസ് വല്ലതും പറ്റിയാലും ഫ്രിഗോ ക്യാമൽ അപ്പൊ തന്നെ മാനുവായിട്ട് ഫ്രിഗോ ക്യാമൽ ആദ്യം നിന്നടുത്ത് തന്നെ പോയി നിൽക്കും. നമ്മളിപ്പോ ഏതെങ്കിലും ഐസ് കഷ്ണം എടുത്ത് ഫ്രിഗോ ക്യാമലിന്റെ ദേഹത്ത് വെച്ചാൽ അപ്പൊ തന്നെ ഫ്രിഗോ ക്യാമൽ പെട്ടെന്ന് അതാ ഫ്രിഗോ ക്യാമലിന്റെ വീക്ക്നെസ്. എടുത്തമ്പേ ഫ്രിഡ്ജിന്റെ ഐസ് ക്യൂബ് അല്ല ഇരിപ്പുണ്ടോ? ഞാനവിടെ ഐസ്ക്രീമിന്റെ ഇന്നലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രിഡ്ജിന്റെ വെച്ചായിരുന്നു. ഇപ്പൊ ഐസ് ആയി കഴിഞ്ഞാൽ എന്തായാലും നോക്കിയിട്ട് വരാം കേട്ടോ. ആ ശരി എടുത്ത് മുന്നേ നോക്കിട്ടോ പെട്ടെന്ന്. ആ ചേട്ടാ ഐസ് ആയി, ഇഷ്ടംപോലെ ഐസ് ഉണ്ട്. ഏകദേശം 8 ഐസ് ഉണ്ട് ഐസ് ക്യൂബ്. എടുത്തുമ്പേ അത് മതി. നമുക്ക് എന്തായാലും ആ ഫ്രിഗോ ക്യാമലിനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ അത് മതി. നീ എന്തായാലും 2-3 ഐസ് എടുത്തിട്ട് വാ. 2-3 ഐസ് ഇല്ല, ദേഹത്ത് ചെറുതായിട്ടൊന്ന് ഐസ് തൊട്ട് മതി. അപ്പൊ തന്നെ ആ ഫ്രിഗോ ക്യാമൽ പെട്ടെന്ന് തന്നെ മാനു. എടുത്തുമ്പോ നീ എന്തായാലും ഒരു കഷ്ണം ഐസ് എടുത്തിട്ട് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് വാ. ആ ശരി ചേട്ടാ. ഇന്ന ചേട്ടാ ഐസ് ക്യൂബ്. ആ അത് താടി. ഇതെന്തിനാണ് 2 ഐസ് ക്യൂബ്? ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം മതി. ചേട്ടൻ ചിലപ്പോ ഐസ് ക്യൂബ് ചേട്ടനാണെങ്കിൽ ഫ്രിഗോ ക്യാമലിന്റെ ദേഹത്ത് കയറിയുമ്പോഴാണെങ്കിലേ ചിലപ്പോ ദേഹത്ത് കൊണ്ടില്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ചേട്ടനെ പിടിക്കാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് ഒരെണ്ണം ദേഹത്ത് കൊണ്ടില്ലെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ആ ശരി, ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചു വിടാം ഇവിടുന്ന്. ആ ശരി ചേട്ടാ, സൂക്ഷിച്ചു പോകണം കേട്ടോ. ആ ശരിയടി. എടാ ഫ്രിഗോ ക്യാമലേ വാടോ ധൈര്യം ഉണ്ടെങ്കിൽ. ചെറുക്ക നീ വീണ്ടും വന്നു. നിന്നെ ഇപ്പൊ ഫ്രിഡ്ജിന്റെ കയറ്റാൻ പോകും. എടാ ഫ്രിഗോ ക്യാമൽ എന്റെ കയ്യിലേക്ക് നോക്ക് എന്താന്ന്. അയ്യോ ഐസ് അല്ലേ. അയ്യോ എന്നെ അടുത്ത് അറിയില്ല ഐസ് എടുത്ത്. ഞാൻ ഇപ്പൊ തന്നെ മാഞ്ഞു പോകും. ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് നടന്നു വന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. അത്ര ഇപ്പൊ തന്നെ എടുത്ത് അറിയാം ഐസ് ചെയ്യാൻ. പിടിച്ചു. അയ്യോ ഐസ് എറിഞ്ഞത് ഫ്രിഗോ ക്യാമലിന്റെ തലയുടെ മോളെ കൊടുത്ത് അപ്പുറത്ത് പോയി വീണ. അയ്യോ ഓ തുമ്പി എന്തായാലും ഭാഗ്യം എനിക്ക് 2 ഐസ് എടുത്ത് തന്നത്. എന്തായാലും അടുത്ത ഐസ് ക്യൂബ് എടുത്ത് അറിയാം. അതെങ്കിലും കറുത്ത് ദേഹത്ത് വീഴണം. പിടിച്ചോ. അയ്യോ എന്റെ ദേഹത്ത് ഐസ് വന്ന് വീണേ. അയ്യോ ഞാനിപ്പോ ഇവിടുന്ന് മാഞ്ഞു പോകും. അയ്യോ പാവ ഫ്രിഗോ ക്യാമൽ. ബൈ. ഈ പോടെ ചേർക്ക നിന്നെ ഞാൻ പിടിക്കാൻ വേണ്ടി വീണ്ടും വരൂടാ. ചിരിയൊക്കെ മതി പൊക്കോ. പോടാ ചേർക്ക. ഓ എന്റെ അമ്മേ, അങ്ങനെ ആ ഫ്രിഗോ ക്യാമൽ ഇവിടുന്ന് മാഞ്ഞു പോയി. ഓ എനിക്ക് തോന്നുന്നില്ല ഇനി ഇവിടെ വരുമെന്ന്. ഫ്രിഗോ ക്യാമൽ വന്നാലും ഐസ് എടുത്ത് എറിഞ്ഞ് ഓടിക്കാലോ. രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടല്ലോ. ഫ്രിഗോ ക്യാമലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഫ്രിഗോ ക്യാമലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടല്ലോ. ഓ എനിക്കാണെങ്കിൽ ഡാൻസ് ചെയ്യാൻ വരത്തില്ല. എന്നിട്ട് ഞാൻ ഡാൻസും ചെയ്ത്. എന്തൊക്കെയാണെങ്കിലും ഡാൻസ് കൊള്ളാം അല്ലേ?